ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണോന്ന് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് നടക്കുകയാണ് സച്ചിയും രേവതി കേട്ടോ. എന്നാൽ അവരുടെ ശ്രമങ്ങളൊന്നും വെറുതെ ആവുന്നില്ല. നമ്മുടെ സച്ചിയും രേവതിയും ഭാമയുടെ അടുത്തും മീരയുടെ അടുത്തും ഒക്കെ പോയി സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് സൂപ്പർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് രണ്ടും കൽപ്പിച്ച് മലേഷ്യയിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. അവര് തനിയല്ല, നമ്മുടെ ചന്ദ്രമതിയെയും രവിയെയും കൂടെ കൂട്ടുന്ന എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരികെ വരുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഫുഡ് എടുക്കട്ടെ? ഇല്ല രേവതി, ഇന്നാണ് ആ മലേഷ്യയിൽ നിന്ന് വന്ന അവരെ തിരികെ പോയത്. അപ്പോൾ ഒരു പോകാൻ നേരം എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ അതുകൊണ്ട് കഴിച്ചിട്ടാണ് വന്നത്. നീ കഴിച്ചോന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇന്ന് ഞാൻ ദേവുവിൻ്റെ അടുത്ത് പോയിരുന്നു. ആ സമയം ദേവു പറഞ്ഞു ശ്രുതിയും നിങ്ങളുടെ ഏട്ടനും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയിരുന്നു എന്ന്. അവര് തനിയല്ല, പോലീസുകാരെയും കൂട്ടിയിട്ട് പോയിട്ട് ആ CCTV ഫുട്ടേജ് വാങ്ങിക്കൊണ്ട് പോയിന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആഹാ, അപ്പോ പൗഡർ ഏട്ടത്തി രണ്ടും കൽപ്പിച്ച് അത് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ. എന്തായാലും രേവതി, നീ ദേവുവിനോട് പറ നമുക്കും കൂടി ആ ഫുട്ടേജ് ഒന്ന് കിട്ടുമോന്ന്. നമുക്കും കൂടി കിട്ടേണ്ട പൈസയാണല്ലോ അത്. എന്തായാലും അത് വിട്ടുകളയാൻ പാടില്ലെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ ദേവുവിനെ വിളിച്ചിട്ട് ആ CCTV ഫുട്ടേജിന് പറയുന്നുണ്ട്. ദേവു ചെന്നിട്ട് അമ്പലത്തിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത്, ശരി ഇനിയിപ്പോ അവർക്ക് കൊടുത്തതല്ലേ നിങ്ങൾക്കും തന്നേക്കാന്ന് പറഞ്ഞിട്ട് ആ ഫുട്ടേജ് സച്ചിക്കും രേവതിക്കും കൊടുക്കാന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ സമയം സുധിയും ശ്രുതിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോഴേക്കും സച്ചി സുധിയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താടാന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എടാ ഇന്ന് ആ മലേഷ്യയിൽ നിന്ന് വന്ന ആ കപ്പിൾസ് ഉണ്ടല്ലോ, അവര് തിരികെ പോയിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എടാ നീ ഒന്ന് മൊത്തം കേക്ക്. മലേഷ്യയില് അവരുടെ റിലേറ്റീവ്സ് പോലീസിലെ വലിയ ഓഫീസേഴ്സുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. ഒരു ഓഫീസറുമായിട്ട് അവർക്ക് അടുത്ത ബന്ധമുണ്ട്. അപ്പോ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്നൊന്നും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. എന്നാ സച്ചി പറയുന്നുണ്ട്, എടാ നിന്റെ അമ്മായി അച്ഛൻ മലേഷ്യയിലെ ജയിലിലല്ലേ ഉള്ളത്. അപ്പോൾ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. ആ അത് കൊള്ളാലോ, അത് നല്ലൊരു ഐഡിയ ആണെന്ന് ശ്രുതിയും സമ്മതിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യത്തോടു കൂടി ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേ നോക്ക് സച്ചി, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളിനകത്ത് ഇടപെടേണ്ടെന്ന്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ കാണുന്നവരോടെല്ലാം എന്റെ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അതിന് നിന്റെ അച്ഛൻ ജയിലിലാണെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഓ പിന്നല്ലാതെ എങ്ങനെയാ അവര് ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്ന്? അതെ, പാർലർ എടുത്ത് ചൂടാവൊന്നും വേണ്ട. അവരവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ സംസാരിച്ച സമയത്ത് ഞങ്ങളോട് പറഞ്ഞതാണ് അവരുടെ ഒരു റിലേറ്റീവ്സ് മലേഷ്യ ജയിലില് വലിയൊരു ഓഫീസറാണെന്ന്. എന്നാ ശ്രുതി വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ഓ നിങ്ങളിങ്ങനെ ചുമ്മാ അങ്ങിരുന്നപ്പോ അവര് വന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ? എന്താ നിങ്ങളെ കണ്ടപ്പോഴേ അവര് വന്ന് അങ്ങ് മലേഷ്യയിലാണ്, അവരുടെ മലേഷ്യയിലെ ജയിലില് ഓഫീസറാണെന്നൊക്കെ പറയാൻ വേണ്ടി അത്രമാത്രം ബന്ധം നിങ്ങളുമായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയുടെ നേരെ ചാടി കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ദേഷ്യപ്പെടുന്ന കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതി നേരെ അങ്ങ് തിരിയുന്നുണ്ടേ. ആ അത് ശരിയാണല്ലോ, എടാ നീ എന്തിനാ കാണുന്നവരോടൊക്കെ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്ന് പറയുന്നതെന്ന് പറയാനേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, എടാ പൗഡർ ഏട്ടത്തിയുടെ ഇപ്പോ വായിൽ നിന്ന് വന്നത് കേട്ടിട്ടല്ലേ നീ പറഞ്ഞതിനകത്തുനിന്ന് പെട്ടെന്നങ്ങ് മാറിയത്? നിനക്കും ആഗ്രഹമില്ലായിരുന്നു നിന്റെ അമ്മായി അച്ഛനോട് ഒന്ന് ഫോണിൽ സംസാരിക്കണമെന്നും അയാളെ ഒന്ന് കാണണമെന്നും ഒക്കെയെന്നേ? എന്നാ ശ്രുതി പറഞ്ഞത് കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുന്നതല്ലേ എന്ന് ചോദിക്കാനേ. എന്നാ ശ്രുതി പറയുന്നുണ്ട്, അതെ എന്തായാലും നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എന്തായാലും ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ദേ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ കാര്യത്തിനകത്ത് ഇടപെടണ്ടെന്ന്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അച്ഛനെ കണ്ടുപിടിക്കണോ ജയിലിലാണോ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ
അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഇതിനകത്ത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്കെന്താ എൻ്റെ അച്ഛനോട് ഇത്രയധികം സ്നേഹം? എന്നാൽ സച്ചി പറയുന്നുണ്ട്, ദേ ശ്രുതി, നീ നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത്? നിന്റെ അച്ഛനെ കുറിച്ച് ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല, സംസാരിച്ചില്ലല്ലോ എന്നേ. പിന്നെ നിങ്ങൾ എന്താ ഇപ്പൊ മലേഷ്യയിലെ ജയിലിനെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ അങ്ങ് വയലന്റ് ആവുകയാണ് കേട്ടോ. ശ്രുതിയുടെ ഈ മാറ്റം നമ്മുടെ സച്ചിയും രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ രേവതി പറയുന്നുണ്ട്, നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ? അപ്പോ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടിയല്ലേ സോൾവ് ചെയ്യേണ്ടതെന്ന് പറയണേ. എന്നാ ശ്രുതി പറയുന്നുണ്ട്, രേവതി നീയാണ് അങ്ങനെ ചിന്തിക്കുന്നത്, എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ലല്ലോ എന്നേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി നീ മിണ്ടാതിരി, അവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നേ. എന്നാ രേവതി പറയുന്നുണ്ട്, ശ്രുതി ഞാനും നീയും ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമകളാണ്. അപ്പോ പിന്നീട് നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ? അദ്ദേഹം ജയിലിലായത് മുതൽ ഞങ്ങൾക്കും വിഷമമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സംസാരിക്കുന്ന സമയത്ത് സച്ചി അതിനെ തടയുകയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, രേവതി ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ശ്രുതിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, എടാ സോറി, ഇനി എന്തായാലും ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതെ, സൂക്ഷിച്ചം കണ്ടാൽ നിന്ന നിങ്ങൾക്ക് തന്നെ കൊള്ളാന്ന് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സച്ചിയോട് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശ്രുതിയും അതുപോലെ തന്നെ എടുത്തടിച്ച് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അവര് പോയി കഴിയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇവരിങ്ങനെയെന്നേ? രേവതി നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? ആ ഓടിപ്പോയവനുണ്ടല്ലോ, അവനൊരു മരവാണ്. പൗഡർ ഏട്ടത്തിന്ന് പറയുന്നത് ഒരു കാറ്റും. ആ കാറ്റ് എങ്ങോട്ട് വീശുന്നോ അങ്ങോട്ടേക്ക് ആ മരം ചായുള്ളൂ എന്ന് പറയുകയാണേ. എന്നാ രേവതി പറയുന്നുണ്ട്, എന്നാലും അവരെന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്നേ? രേവതി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ പൗഡർ ഏട്ടത്തിയുടെ ആ ടെൻഷനും ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളത്. എന്തായാലും നമുക്കിതിവിടെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. എന്നാ സച്ചി പറയുന്നുണ്ട്, രേവതി ആ നീലിമ തന്ന കൂളിംഗ് ഗ്ലാസ് എവിടെയെന്നേ? രണ്ടുപേരും കൂടി ആ കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ചിട്ട് ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ പോലെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. കുറേ നേരം രണ്ടുപേരും കൂടി ചിന്തിച്ചിരുന്നിട്ട് ഒരേ സമയം പറയുന്നുണ്ട്, ഭാമ ആൻറ്റീന്നേ. അപ്പോഴേക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രേവതി ചിരിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതിന്നേ? അല്ല, നമ്മുടെ രണ്ടുപേരെയും ചിന്തയും ഒരുപോലെയാണല്ലോ എന്നോർത്ത ചിരിച്ചെന്ന് രേവതി പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, രേവതി എന്തായാലും നമുക്ക് ഭാമേൻ്റെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങണം. പാർലറേട്ടത്തിനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഭാമേൻ്റെ ആണല്ലോ. അപ്പോൾ പാർലറേട്ടത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഭാമേൻ്റെക്ക് അറിയാന്ന് പറഞ്ഞിട്ട് അവര് ഭാമേൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാനായിട്ട് ഉറപ്പിച്ച് രാത്രി കിടന്നുറങ്ങാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഭാമയുടെ അടുത്ത് ചെന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അതെ ഭാമേൻ്റെ, എൻ്റെ ഒരു സുഹൃത്തിന് വിദേശത്ത് നിന്ന് വിവാഹം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഭാമയാൻറ്റിക്കാവുമ്പോൾ വിദേശത്തുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണല്ലോ. അപ്പോൾ നല്ലൊരു പെണ്ണിനെ ആലോചിച്ച് കണ്ടെത്തി തരണമെന്നും പറഞ്ഞാണ് സച്ചി ഭാമയ്ക്ക് മുമ്പിൽ എത്തുന്നത്. എന്നാൽ ഭാമ പറയുന്നുണ്ട്, സച്ചി എൻ്റെ മോൻ വിദേശത്താണെന്നേ ഉള്ളൂ, അവനുമായിട്ട് പോലും എനിക്കിപ്പോൾ വലിയ ബന്ധമില്ലെന്നറിയാലോ, പിന്നെ ഞാൻ എങ്ങനെയാ വിദേശത്തുള്ളവരുമായിട്ട് ബന്ധമെന്ന് ചോദിക്കുന്നുണ്ടേ. അല്ല, ഭാമേൻ്റെ അല്ലേ പാർലറേട്ടത്തീനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? അവര് വലിയ മലേഷ്യക്കാരല്ലേ, അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാവുമ്പോൾ ഒരുപാട് ധാരാളം അറിയാവുന്നവരൊക്കെ വിദേശത്ത് കാണുമല്ലോ എന്ന് ഭാമയോട് സച്ചി പറയുന്നുണ്ട്. എന്നാൽ ഭാമ പറയുന്നുണ്ട്, സച്ചി അവള് ഇവിടെ എന്നെ മസാജ് ചെയ്യാൻ വന്നാണ് എനിക്ക് അവളെ അറിയാവുന്നത്, അല്ലാതെ എനിക്ക് അവളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അവള് തന്നെയാണ് എന്നോട് അവിടെ അച്ഛൻ മലേഷ്യയിലാണ്, അവര് മലേഷ്യയിലായിരുന്നെന്നൊക്കെ പറഞ്ഞതെന്നിങ്ങനെ ഭാമ തന്നെ പറയുകയാണ്. അങ്ങനെ സച്ചി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഭാമ ആൻറ്റിക്ക് അമ്മയെ കണ്ടപ്പോൾ തൊട്ടുള്ള പരിചയമാണ് പാർലറേട്ടത്തിയായിട്ടുള്ളത്, അല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയില്ലെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, ശരിയാണല്ലോ സച്ചിയേട്ടാ,
ശ്രുതിയുടെ പകുതി ലൈഫ് തൊട്ടാണ് ഭാമ ആൻറ്റിക്കും അറിയാവുന്നത്. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ? ചെറുപ്പം തൊട്ടേ ശ്രുതിയെ അറിയാവുന്ന ആളാണെന്നല്ലേ മീര പറയുന്നത്. അപ്പം നമുക്ക് മീരയുടെ അടുത്തേക്ക് പോയാലോന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് തന്നെ കറക്റ്റാണ്. ഒരു കാര്യം ചെയ്യും, നീ മീരയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, ഒരു തവണ മീരയ്ക്ക് പൂ കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സമയം മീര എന്നോട് ശ്രുതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞു എന്നേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അതെ രേവതി, നീ അന്ന് ചോദിച്ച ആ കാര്യങ്ങൾ തന്നെ വീണ്ടും മീരയോട് നീ ചോദിക്കണം. അപ്പോൾ അതേ ഉത്തരങ്ങളാണ് പറയുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് സംശയിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഉത്തരങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമുക്കത് സംശയിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ മീരയുടെ അടുത്തേക്ക് സച്ചി പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ രേവതിയെ കാണുന്നത് മീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ശ്രുതി കൂട്ടുകാരിയാണെങ്കിലും സച്ചിയും രേവതിയും ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് ആണ്. അവരോട് ഒന്ന് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ കാണാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മീര അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ശ്രുതിയുടെയൊക്കെ 30 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയല്ലോ വിശ്വനാഥൻ, ആ ഒരു ടോപ്പിക് എടുത്തിടുകയാണേ. അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും മീരയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും രേവതി നീ അതോർത്ത് വിഷമിക്കണ്ട. ശ്രുതി എന്തായാലും ചെറുപ്പം തൊട്ട് ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച് വളർന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവക്കതൊന്നും വലിയ പ്രശ്നമല്ല. ആ ഒരു സിറ്റുവേഷനൊക്കെ അവൾ ഓവർകം ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ മീര പറയുന്നുണ്ട്. നമ്മുടെ രേവതി ആണെങ്കിൽ കഷ്ടം, എന്തായാലും ആ 30 ലക്ഷം രൂപ പോയല്ലോ, ശ്രുതി ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ സമയം രേവതി ചോദിക്കുന്നുണ്ട്, അല്ല മീരെ, അവൾ ചെറുപ്പം തൊട്ടേ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചാണോ വളർന്നേനെ? അത് ആയിരിക്കാം, എനിക്ക് അവളെ കോളേജിൽ തൊട്ടാണ് അറിയാവുന്നതെന്ന് മീര പറയുകയാണേ. എന്താ നമ്മൾ പണ്ട് രേവതിയോട് മീര പറഞ്ഞിരുന്നത് ചെറുപ്പം ഒരു 8 വയസ്സുള്ളപ്പോൾ തൊട്ടേ ശ്രുതിയെ അറിയാവുന്നതാണ്, അവർ കളിക്കൂട്ടുകാരായിരുന്നു എന്നൊക്കെയാണ്. ഇപ്പം പറയുന്നത് കോളേജിൽ വെച്ച് മീറ്റ് ചെയ്തതെന്ന്. രേവതി ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോൾ ശ്രുതി ഇവിടെയാണോ കോളേജിലൊക്കെ പഠിച്ചതെന്നേ? ഇവിടെയാണ് കോളേജിൽ പഠിച്ചത്, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ശ്രുതിയെ പരിചയപ്പെട്ടതെന്നൊക്കെ മീര പറയുന്നുണ്ട് കേട്ടോ. എന്നാ രേവതി വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല മീരെ, നീ അന്ന് എന്നോട് പറഞ്ഞിരുന്നത് ചെറുപ്പകാലം തൊട്ടേ നിങ്ങളെ കൂട്ടുകാരായിരുന്നെന്നാണല്ലോ. പിന്നെ നിന്റെ അച്ഛനും ശ്രുതിയുടെ അച്ഛനും കൂട്ടുകാരായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടുകാരായെന്നൊക്കെ അല്ലേന്നേ. ഇത് കേൾക്കുമ്പോൾ മീരയും പെട്ടെന്ന് അങ്ങ് പതറുന്നുണ്ട് കേട്ടോ. ഞാനന്ന് അങ്ങനെയാണ് പറഞ്ഞല്ലേ, ഞാൻ അതിലേക്ക് വരുമായിരുന്നു, ഞാനതങ്ങ് വിട്ടുപോയതാ. പെട്ടെന്ന് രേവതിയെ കണ്ട സന്തോഷം കൊണ്ടാണ് ഞാനതങ്ങ് മറന്നുപോയത്. അതെ, എൻ്റെ അച്ഛനും ശ്രുതിയുടെ അച്ഛനും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പൊ അവര് മലേഷ്യയിൽ വെച്ചാണോ കൂട്ടുകാരായതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും മീരയ്ക്ക് മറ്റൊരു മാർഗവും ഇല്ലല്ലോ. മലേഷ്യയിൽ വെച്ച് കൂട്ടുകാരായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെക്കേഷനിൽ വരുമ്പോഴും എൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യുമായിരുന്നേ. അല്ല, അതൊന്നും ഒരു ലോജിക്ക് ശരിയാവുന്നില്ലല്ലോ മീരെ, നിങ്ങൾ എങ്ങനെയായിരിക്കും ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, വെക്കേഷനിൽ നാട്ടിൽ വരുമ്പോഴും എൻ്റെ അച്ഛനും ശ്രുതിയുടെ അച്ഛനും കൂട്ടുകാരാവും. എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മലേഷ്യയിലേക്ക് പോകാറുണ്ടെന്ന് പറയണേ. എന്നാൽ രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പം മീരയുടെ അച്ഛൻ എവിടെയാണെന്നേ? രേവതി വീണ്ടും ഇങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിൽ മീരയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല മീരെ, ശരിക്കും ശ്രുതി നിന്റെ ചെറുപ്പം തൊട്ടേ ഉള്ള കൂട്ടുകാരി ആയിരുന്നോന്നേ? അല്ല, എനിക്ക് ശ്രുതി എന്ന് പറഞ്ഞ മറ്റൊരു കൂട്ടുകാരിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളും ഇവളും കൂടി മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി പോയതാണെന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി പറയുന്നുണ്ട്, അല്ല അന്ന് നീ എന്നെ കണ്ടപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലെ ഊട്ടിയിലും കാശ്മീരിലും ഒക്കെ ഒന്നിച്ച് ടൂറ് പോയിരുന്നെന്നൊക്കെ പറഞ്ഞല്ലോന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും മീരയ്ക്ക് ആകെ അങ്ങ് കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ. മനസ്സിൽ മീര പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, ഞാൻ എൻ്റെ വായും വെച്ച് എന്തൊക്കെയാണോ ഇവളോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. കാശ്മീരാണെങ്കിൽ ഞാൻ TV മാത്രമാണ് കണ്ടിട്ടുള്ളതെന്നേ. എന്നാൽ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മീര, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, എല്ലാം കൂടി ആകെ കൺഫ്യൂസ്ഡായി. എനിക്ക് കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുമായിട്ടുള്ള ഓർമ്മകളും ശ്രുതിയുടെ എല്ലാം കൂടെ കൺഫ്യൂസ്ഡായി പോയി, അതാണ് അങ്ങനെ പറ്റിപ്പോയത്. എന്തായാലും അത് വിട് രേവതി, നിന്റെ സ്റ്റേജിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ടോപ്പിക്ക് അങ്ങ് മാറ്റിവിടാനായിട്ട് മീര ശ്രമിക്കുന്നുണ്ട്.
അതിന് ശേഷമായിട്ട് മീര പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് രേവതി ഇരിക്കെ ഞാൻ കോഫി എടുക്കാമെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകാൻ ശ്രമിക്കുകയാണേ. ഏയ് വേണ്ട മീര, ഞാൻ എന്തായാലും തൊട്ടടുത്ത് ഒരു പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മീരയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് കയറിയതാ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നങ്ങ് ഇറങ്ങാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മീരയ്ക്കൊന്ന് ശ്വാസം നേരെ വീഴുന്നത്. എന്തായാലും ഇവള് പോലീസുകാർ ചോദിക്കുന്നത് പോലെ എല്ലാം മാറ്റിമറിച്ചും ചോദിക്കുകയാണല്ലോ. എന്തായാലും ഇനി ഇത് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയാണ് നമ്മുടെ മീര. എന്നാൽ രേവതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത്. സച്ചിയേട്ടാ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാനേ മീരയോട് ശ്രുതിയെക്കുറിച്ച് ചോദിച്ചു. അന്ന് അവള് പറഞ്ഞിരുന്നത് 8 വയസ്സ് തൊട്ട് അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പൊ പറഞ്ഞത് കോളേജ് മുതലാണ് അവളെ അറിയാവുന്നതെന്ന്. പിന്നെ എന്നോട് അന്ന് പറഞ്ഞിരുന്നത് ശ്രുതിയുടെ അച്ഛനും മീരയുടെ അച്ഛനും ഫ്രണ്ട്സ് ആയിരുന്നെന്ന്. എന്നാൽ ഇപ്പൊ പറയുന്നത് ഒരു ഫ്രണ്ട് വഴിയാണ് ശ്രുതിയെ പരിചയപ്പെട്ടതെന്നാണ്. എന്തായാലും സച്ചിയേട്ടാ, ഞാൻ ചോദിച്ച ചോദ്യത്തിനെല്ലാം അവൾ എന്തൊക്കെയോ മാറി മറിച്ചുമാണ് പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് രേവതി സച്ചിയോട് പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അതെ രേവതി, ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? പൗഡർ ഇട്ടതി ഫ്രോഡാണെന്നുള്ളത്. എന്തായാലും നമുക്ക് ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണേ. എന്നെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എന്നാലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോന്നേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി, ഈ CID പണി എന്ന് പറയുന്നതേ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ആദ്യം വലിയ കലക്ക വെള്ളം പോലെ ഇരിക്കും, അതിൽ നിന്ന് മീൻ പിടിച്ചെടുക്കാൻ വലിയ പാടാണ്. എന്നാൽ അത് പോകെ പോകെ തെളിഞ്ഞു വരും. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് മീനെ ഇങ്ങ് പിടിച്ചെടുക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും പൗഡറേട്ടത്തെ കുറിച്ച് ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അവൾ എന്തായാലും മലേഷ്യക്കാരിയല്ല. അപ്പോ നമുക്ക് എന്തായാലും ബാക്കി വഴിയെ മനസ്സിലാക്കാം. രേവതി, എനിക്ക് അർജന്റായിട്ട് ഒരു ഓട്ടം പോകാനുണ്ട്, നീ എന്തായാലും വീട്ടിലേക്ക് പൊക്കോന്നും പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിട്ടിട്ട് സച്ചി വീട്ടിലേക്ക് ഓട്ടത്തിനായിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം രേവതി പോയെന്ന് മനസ്സിലാക്കിയിട്ട് മീരയാണെങ്കിൽ അവര് വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതൊക്കെ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. ഇനിയിപ്പോ എന്നെ ഇവര് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, എന്റെ പിറകെ തന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് ശ്രുതി ഓരോ കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കുന്നത്. അതിനെല്ലാം തട്ടാമുട്ടിയാണ് നമ്മുടെ ശ്രുതി മറുപടി കൊടുക്കുന്നത്. ശ്രുതി എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെയാണ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ, അവളോടും രേവതിയോടും സച്ചിയോടും ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ എന്റെ പുറകെ നടന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കുന്നത്. എന്തിനാണ് അവരെ എന്നെ കുറിച്ച് ഇങ്ങനെ തിരക്കി നടക്കുന്നതെന്നേ. എന്നാ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല, നിന്നെ കുറിച്ച് എന്താ ഇത്ര അന്വേഷിക്കാനുള്ളത്? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നു? അത് മലേഷ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് ശ്രുതിക്ക് പെട്ടെന്നൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നത്. ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, അത് നമ്മൾ ആ 30 ലക്ഷം രൂപ കൊടുത്തില്ലേ, അതിനെക്കുറിച്ച് അവരിങ്ങനെ കിള്ളിക്കിഴിച്ച് അന്വേഷിച്ച് മീരയുടെ അടുത്തൊക്കെ ചെന്നിരുന്നു. അവരെന്തിനാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ശ്രുതിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി അതിനൊന്നും മറുപടി കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ ട്രിപ്പ് പോയിട്ട് വന്നത് എല്ലാവരെയും വിളിച്ചു കൂട്ടാണ് കേട്ടോ. അച്ഛാ, അമ്മേ, രേവതി എല്ലാവരും ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് സച്ചി വിളിക്കുന്നുണ്ട്. ഈ സമയം സച്ചി വന്നിട്ട്, അച്ഛാ, ദേ ഈ സ്ലിപ്പിനകത്തൊന്ന് ഒപ്പിട്ടേന്നും പറഞ്ഞിട്ട് രവിയുടെ നേരെ നീട്ടുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, എന്താടാ ബസ്സിലൊക്കെ ഇങ്ങനെ ടിക്കറ്റ് തന്നിട്ട് സൈൻ ചെയ്യിപ്പിക്കുന്ന പോലെ നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാനേ. എന്നാ സച്ചി പറയുന്നുണ്ട്, അതെ, എപ്പോഴും നിനക്ക് പണത്തിനെ കുറിച്ച് മാത്രം ഓർമ്മയുണ്ടല്ലോ, അതാണ് ഇതിന്റെ കാരണം. എന്നാ ശ്രുതി വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. എന്താടാ, ഈ വീട് നീ നിന്റെ പേരിലാക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നത്? അച്ഛാ, എന്തായാലും ആ സ്ലിപ്പ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം സൈൻ ചെയ്യാമെന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് നമ്മുടെ സച്ചി കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, അതെ, അതുപോലെയുള്ള ക്രിമിനൽ മൈൻഡുകളൊക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അതെന്നെ വെച്ച് കമ്പയർ ചെയ്യണ്ട. അച്ഛാ, ഇന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്ന്? എടാ, ഇതുണ്ടല്ലോ, എല്ലാവർക്കും പാസ്പോർട്ട് എടുക്കാനുള്ള ആപ്ലിക്കേഷനാണ്, ഇത് ഫില്ല് ചെയ്ത് എല്ലാവരും സൈൻ ചെയ്യണമെന്നേ. എന്നാൽ വർഷ പറയുന്നുണ്ട്, അതെ, എനിക്ക് ഓൾറെഡി പാസ്പോർട്ട് ഉണ്ടെന്നേ.
എന്ന് രേവതിയും പറയുന്നുണ്ട്. ശ്രുതി മലേഷ്യയിലേക്ക് ഉള്ളതല്ലേ, അപ്പൊ ശ്രുതിക്കും പാസ്പോർട്ട് കാണുമല്ലോന്നേ. ശ്രുതിയും പറയുന്നുണ്ട് എനിക്കൊരു പാസ്പോർട്ട് ഉണ്ട്, എന്നാൽ ഉടനെ തന്നെ അതൊന്ന് റിന്യൂവൽ ചെയ്യണമെന്ന് പറയാണ്. എന്നാ സച്ചി പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛാ, അപ്പോ ബാക്കിയുള്ളവർക്ക് എല്ലാം ഉണ്ട്, നമ്മുടെ ഇവിടെ ഉള്ളവർക്കാണ് പാസ്പോർട്ട് ഇല്ലാത്തത്. നമുക്ക് എല്ലാവർക്കും ഉടനെ തന്നെ പാസ്പോർട്ട് എടുക്കണമെന്ന് സച്ചി പറയുന്നുണ്ട്. രവി ചോദിക്കുന്നുണ്ട് എടാ എന്താന്ന് വെച്ചാ കാര്യം തെളിച്ച് പറയുന്നേ. അച്ഛാ ഇപ്പോ പാസ്പോർട്ട് എടുക്കുന്നത് മറ്റൊന്നിനുമല്ല, ഞാനും രേവതിയും വിവാഹം കഴിഞ്ഞിട്ട് എങ്ങും പോയിട്ടില്ലല്ലോ, അപ്പൊ രേവതിയും കൂട്ടിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് വെച്ചു. വേറൊന്നുമല്ല, മലേഷ്യയിലേക്കെന്ന് പറയാണേ. ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ശ്രുതി എങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണേ മലേഷ്യ എന്ന് കേൾക്കുമ്പോ. അപ്പോ അതെന്തായാലും നന്നായിന്ന് രവി പറയുന്നുണ്ട്. രേവതിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സച്ചിയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നതന്നെ. അതെ രേവതി, നിന്നെയും കൊണ്ട് ഞാൻ ഇതുവരെ എങ്ങും പോയിട്ടില്ലല്ലോ, നമ്മൾ എന്തായാലും മലേഷ്യയിലേക്ക് പോകുമെന്ന് പറയാണേ. നമ്മൾ മാത്രമല്ല കൂടെ നമ്മളെ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകുമെന്ന് പറയാട്ടോ. എന്നാൽ രവി പറയുന്നുണ്ട് എന്തിനാ സച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരുപാട് ചെലവാകും. തന്നെയല്ല നിങ്ങൾ പിള്ളേര് ഹണിമൂണിന് പോകുമ്പോ ഞങ്ങൾ എന്തിനാടാന്ന് ചോദിക്കുന്നുണ്ടേ. അച്ഛാ ഈ സച്ചി ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒന്നും ആലോചിക്കാതെയും കാണാതെയും ചെയ്യില്ലെന്നറിയാലോ, അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാം. പിന്നെ മലേഷ്യ തന്നെ തിരഞ്ഞെടുത്തത് നമുക്ക് ചെലവ് കുറയ്ക്കാനാണല്ലോ എന്ന് പറയാനേ. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. ഈ ഭാവ വ്യത്യാസം എല്ലാം നമ്മുടെ സച്ചി നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ടാ മലേഷ്യ ട്രിപ്പ് എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല, വലിയൊരു ബഡ്ജറ്റ് തന്നെ ആവുന്നേ. എടാ അതിനാണല്ലോ ഞാൻ മലേഷ്യ തന്നെ തിരഞ്ഞെടുത്തത്. ഇപ്പോ നമുക്ക് പോകുന്ന ചെലവൊക്കെ അല്ലേ ഉള്ളൂ, പിന്നെ തങ്ങാനൊക്കെ നമ്മൾ വലിയ വലിയ ഹോട്ടലുകളൊക്കെ എടുക്കണ്ടേന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മുടെ പാർലറായിട്ട് തീരെ സ്വന്തം നാടല്ലേ മലേഷ്യ. അപ്പൊ അവർക്കവിടെ വലിയ ബംഗ്ലാവും ഗസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, നമുക്ക് അവിടെ തങ്ങാമെന്ന് പറയാണേ. എന്നാൽ ശ്രീകാന്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി ചേച്ചിയുടെ അച്ഛൻ ജയിലിലാണെന്നല്ലേ പറഞ്ഞത്? അതെ, ജയിലിലാണെങ്കിലും ഇത്രയും നാളായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ തന്നെ എത്രമാത്രം കാശ് ഉണ്ടായിരിക്കാം. പിന്നെ എന്തായാലും ഈ ഗസ്റ്റ് ഹൗസും ബംഗ്ലാവും ഒക്കെ ജയിലിലൊന്നും ആയിരിക്കില്ലല്ലോ, അപ്പൊ പിന്നെ നമുക്ക് അവിടെ പോയി തങ്ങിയാ പോരേനെ. വർഷ ചോദിക്കുന്നുണ്ട് അല്ല അപ്പൊ നമുക്ക് അവിടുന്ന് പിന്നീട് ട്രാവൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആവില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ഇപ്പൊ മലേഷ്യയിൽ എത്തുമെന്നുള്ള രീതിയിലാണ് ചന്ദ്രമതിയുടെ ഒരു തുള്ളലൊക്കെ. വേറെങ്ങുമല്ല, നമ്മുടെ ശ്രുതിയുടെ നാട്ടിലേക്കാണല്ലോ പോവാൻ പോകുന്നത്. എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ഷോ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ചന്ദ്രമതിയുടെ ഇരിപ്പും. അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്താ വർഷം ഈ പറയുന്നത്, വെറും കൂലി വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായ എനിക്കുണ്ട് 2 കാറ്, പിന്നെ മലേഷ്യയില് വലിയ കോടീശ്വരനായ ഈ പാർലറട്ടത്തിടയ്ക്കൊന്നും എന്താ എത്ര കാറുണ്ടെന്ന് പോലും നമുക്ക് എണ്ണാൻ പറ്റുമോ? പിന്നെ എന്തിനാടാ നമ്മൾ ട്രാവൽസിനെ കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേന്നേ. ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങിരിക്കുകയാണ്. ഈ സമയം രേവതി ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയേട്ടാ അപ്പൊ നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ? എന്റെ രേവതി നീ എന്താ ഈ പറയുന്നത്? അത്രയും വലിയ ബംഗ്ലാവൊക്കെ ഉള്ള ഈ പൗഡറേട്ടത്തിയുടെ വീട്ടില് ഒരു 10-15 ജോലിക്കാരൊക്കെ ഉണ്ടാവും, അവര് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരില്ലേനെ? എന്നാ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ലടാ ഇപ്പോ ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത്, അപ്പൊ നമ്മളൊരു ട്രിപ്പായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് മോശമല്ലേനെ? ഈ സമയം സച്ചി പറയുന്നുണ്ട് എടാ എന്താടാ ഇത്, വലിയ വലിയ ആളുകളൊക്കെ എപ്പോഴും രാവിലെയും വൈകിട്ടും ടൂർ പോയിട്ട് വരുന്നത് പോലെയാണ് ജയിലിൽ പോയിട്ട് വരുന്നത്, അവർക്ക് അതൊക്കെ നിസ്സാരമല്ലേ? എന്നിട്ട് സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പൗഡറേട്ടത്തിക്ക് സന്തോഷമായില്ലേ? ഞങ്ങൾ എല്ലാവരും കൂടി പൗഡറേട്ടത്തിയുടെ വീട്ടിലേക്കാണ് വരാൻ പോകുന്നത്. പിന്നെ അത്രയും വലിയ ബംഗ്ലാവും വാഹനങ്ങളും ഒക്കെ കിടക്കുമ്പോൾ ഞങ്ങൾ പുറത്തുപോയി താമസിക്കുന്നതൊക്കെ നിങ്ങൾക്കൊരു വിഷമമാവില്ലേ? എന്തായാലും അത് ഞങ്ങൾക്കും സഹിക്കില്ല. പിന്നെ പൗഡറേട്ടത്തെ കൊണ്ടുപോയി ഞങ്ങളെ ആ നാടെല്ലാം കാണിച്ചു തരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുക കേട്ടോ. ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് എന്താ രേവതി നീ പൗഡറേട്ടത്തിയോടൊന്ന് ചോദിച്ചു നോക്കുന്നേ. അല്ല സച്ചിയേട്ട സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ,
അതിന് കുറുകെ കയറി ഞാനൊന്നും പറയണ്ടല്ലോ എന്ന് കരുതിയാന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണേ. ഈ സമയം വർഷ പറയുന്നുണ്ട്, അതെ ശ്രുതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത് ശ്രുതി ചേച്ചിക്ക് അത്ര സന്തോഷമില്ലെന്ന് തോന്നുന്നു. എന്താ ശ്രുതി ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ടേ. ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആരും ചെല്ലുന്നത് ശ്രുതിക്ക് ഇഷ്ടമില്ലായിരിക്കും, എന്നാലേ ഞാൻ ചെല്ലുന്നത് ശ്രുതിക്ക് അത് വലിയ അഭിമാനമാണ്. എന്തായാലും നിങ്ങൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന ചന്ദ്ര പറയാട്ടോ. എന്താ ശ്രുതി നിനക്ക് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ ആൻറ്റീന്ന് ഇങ്ങനെ വിഷമിച്ച് നമ്മുടെ ശ്രുതി ഒന്ന് മൂളി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാ രവിയോടായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ വരാന്. പിന്നെ ശ്രുതിയുടെ അച്ഛനെ നമുക്ക് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നേ. എന്നാ രവി പറയുന്നുണ്ട്, അല്ലടാ ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത്. എന്താ അച്ഛൻ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പറയുന്നേ? ഒരാള് ഹോസ്പിറ്റലിൽ കിടന്നാല് നമ്മൾ എന്താ ചെയ്യുന്നത്? അവർക്ക് ഫ്രൂട്ട്സോ കാശോ ഒക്കെ കൊടുത്തിട്ട് അവരെ പോയി കണ്ടിട്ട് വരില്ലേ? അതുപോലെ അദ്ദേഹത്തിനെയും നമുക്ക് ജയിലിൽ പോയി കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ബന്ധുക്കാരല്ലേ അച്ഛാ. അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളൊന്ന് പോയി അന്വേഷിച്ചില്ലെന്ന് അവർക്കൊരു മനസ്സിൽ തോന്നുകയും വേണ്ട. പിന്നെ പൗഡർ ഇട്ട് അവരുടെ അച്ഛൻ്റെ വൈഫ് ഇപ്പോൾ അവരുടെ വീട്ടിൽ കാണുമല്ലോ എന്നേ. എന്നാ രവി പറയുന്നുണ്ട്, അല്ലടാ ശ്രുതിയുടെ അമ്മ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞത്? ഓ അന്ന് പാർലറേട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ഇളയച്ചനന്ന് വന്നപ്പോ അച്ഛൻ വേറെ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന്. എന്തായാലും അവരവിടെ വീട്ടിൽ കാണുമല്ലോ, നമുക്ക് അവരുമായിട്ടൊക്കെ ചെന്ന് നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിനെയും കണ്ടിട്ട് വരാം. എന്തായാലും എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കുമെന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. നമ്മുടെ സച്ചിയുടെ മനസ്സിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയെ ഒതുക്കാൻ വേണ്ടിയിട്ടും ഈ മലേഷ്യ ട്രിപ്പ് ക്യാൻസലാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശ്രുതി എന്താണ് അടുത്ത കെണി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബൈ.